ലീഗിന്റെ പച്ചയും പാകിസ്ഥാന്റെ പച്ചയും ഒന്നല്ല, വ്യത്യാസം ചരിത്രമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും ഒരു നുണ ആവർത്തിച്ച് കേൾക്കാറുണ്ട്. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാണെന്ന്. കേൾക്കുമ്പോൾ രണ്ടും പച്ചയാണ്, ചന്ദ്രക്കലയുണ്ട്. പക്ഷേ ആ സാമ്യത്തിനപ്പുറം ഇവ രണ്ടും രണ്ട് വിരുദ്ധ ധ്രുവത്തിലാണ്. എന്താണ് സത്യം? നമുക്ക് നോക്കാം. രണ്ട് പതാകകളും വ്യത്യസ്തമാണ്. പാകിസ്ഥാൻ പതാകയിൽ വെള്ളവരയുണ്ട്. ഇന്ത്യൻ യൂത്ത് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലാണ് 1948. മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പകളിൽ പങ്കാളികളാണ്. ദേശീയ പ്രതിസന്ധികളിൽ എന്നും ഇന്ത്യക്കൊപ്പം നിന്ന ചരിത്രമാണ് മുസ്ലിം ലീഗിനുള്ളത്. വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്, പതാകയിലെ വ്യത്യാസം. ആദ്യം കണ്ണു തുറന്ന് പതാകകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. പാകിസ്ഥാൻ പതാക, ഇതിൽ പച്ച നിറത്തിന് പുറമെ ഇടതുവശത്ത് വലിയൊരു വെള്ള നിറത്തിലുള്ള വരയുണ്ട്. അത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ മുസ്ലിം ലീഗ് പതാക, ഇത് പൂർണ്ണമായും പച്ചയാണ്. ഇടതുവശത്ത് മുകളിലായി വെള്ള നിറത്തിലുള്ള ചന്ദ്രക്കലയും നക്ഷത്രവുമുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓർക്കുക, പച്ച നിറവും ചന്ദ്രക്കലയും ഇസ്ലാമിക ചിഹ്നങ്ങളാണ്. അത് ഒരു രാജ്യത്തിന്റെ മാത്രം സ്വത്തല്ല. ലോകത്തെ പല രാജ്യങ്ങളുടെയും, ഉദാഹരണത്തിന് തുർക്കി, ടുണീഷ്യ പതാകകളിൽ ഇവയുണ്ട്. ചരിത്രപരമായ വേർപിരിയൽ. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ പഴയ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പിരിച്ചുവിടപ്പെട്ടു. തുടർന്നുണ്ടായ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. പാകിസ്ഥാനിൽ അവിടെയുള്ള വിഭാഗം പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ആയി മാറി. ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയനിൽ തുടരാൻ തീരുമാനിച്ചവർ 1948 മാർച്ച് 10 ചെന്നൈ രാജാജി ഹാളിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് പ്രഖ്യാപിച്ചത് ഇതാണ്: ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിലും ജനാധിപത്യത്തിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ദേശസ്നേഹത്തിൻ്റെ തെളിവുകൾ. പാകിസ്ഥാനുമായി ലീഗിനെ ബന്ധിപ്പിക്കുന്നവർ ഈ വസ്തുതകൾ മറക്കരുത്. ഭരണഘടനാ നിർമ്മാണം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലീഗ് പ്രതിനിധികൾ അംഗങ്ങളായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒപ്പിട്ടവരാണവർ. യുദ്ധകാലത്തെ നിലപാട്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തും പിന്നീട് പാകിസ്ഥാനുമായുള്ള യുദ്ധസമയത്തും ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളാനും സൈന്യത്തിന് സഹായമെത്തിക്കാനും മുന്നിൽ നിന്നത് മുസ്ലിം ലീഗാണ്. സ്വന്തം മകനെ യുദ്ധമുഖത്തേക്ക് അയക്കാൻ തയ്യാറായ നേതാക്കളായിരുന്നു ലീഗിൻ്റേത്. പാകിസ്ഥാൻ വാദം തള്ളിക്കളഞ്ഞവർ. പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കുന്നതിനെ എതിർത്തും ഇന്ത്യയിൽ തന്നെ ഉറച്ചു നിന്നും പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റേത്. ജനാധിപത്യപരമായ പ്രവർത്തനം. ഇന്ത്യൻ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ചിഹ്നവും പതാകയുമാണ് അവർക്കുള്ളത്. പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഒരു പാർട്ടിയായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും എന്നേ അത് നിരോധിക്കുമായിരുന്നു. വർഗീയത പടർത്താൻ വേണ്ടി നിറങ്ങളെയും പതാകകളെയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന BJP RS പാർട്ടിയുടെ വിവരക്കേടും മതഭ്രാന്തുമാണ് ഇതിന് പിന്നിൽ. RSS BJP വർഗീയത പൂണ്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് മനുഷ്യരെ മതപരമായി ഭിന്നിപ്പിച്ചാലേ അവർക്ക് വോട്ട് കിട്ടൂ. സ്വാതന്ത്ര്യ സമരത്തിന്റെ റാലിയുടെ കാലടി പോലും കാണാത്ത നികൃഷ്ടജീവികൾ ഇന്ന് രാജ്യസ്നേഹം കൊണ്ട് പ്രഹസനം നടത്തുന്നത് ഇന്ത്യയുടെ ആത്മാവ് പണയം വെച്ചിട്ടാണെന്ന് മറക്കരുത്. ഇനി പച്ചകൾ എന്ന് വിളിക്കുമ്പോൾ അഭിമാനിക്കുക. ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരും ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമുദായത്തിന്റെ മതസൗഹാർദ്ദതയുടെ നിറമാണ് പച്ച. അതല്ലാതെ ഭൂരിഭാഗം ഹൈന്ദവരും നാനാജാതി മനുഷ്യരും വെറുക്കുന്ന BJP RSS കാവിക്കൊടിയുടെ നിറമല്ല. ഇന്ത്യൻ മുസ്ലിം ലീഗ് രാജ്യത്തിന്റെ സൗഹൃദം സൂക്ഷിക്കും, മതവിദ്വേഷത്തെ ശാസിക്കും.